ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്നത്തെ കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകളിൽ ഞാൻ വായിക്കുന്നത് സൗഭാഗ്യ ചേച്ചി എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ്. അപ്പോൾ അതിലേക്ക് പോകാം. ഹായ് മാഡം, എൻ്റെ പേര് സൗഭാഗ്യ. ഞാൻ തെക്കൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. എനിക്ക് ഒരു മകനും മകളുമാണുള്ളത്. മകൻ ഇളയവനാണ്. മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 20 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൾ 16 വയസ്സുള്ളപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായി. ഞാനിത് അറിഞ്ഞതേയില്ല. അവളന്ന് +1 പഠിക്കുകയായിരുന്നു. സ്കൂളിൽ ഏതോ കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ സ്കൂൾ കൗൺസിലറോട് അവൾക്ക് ഇതേപോലെ മറ്റാരുമായിട്ടോ ബന്ധമുണ്ടെന്ന് പറയുകയും പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് അവളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് പിന്നെ അത് മുന്നോട്ട് പോയത്. അവസാനം ആളെ കണ്ടുപിടിക്കുകയും അവളെക്കാട്ടിൽ 3-4 വയസ്സിന് മൂത്ത ഒരാളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. എൻ്റെ വീടിന് അടുത്ത് തന്നെയുള്ള പയ്യനാണ്. അവനുമായിട്ടായിരുന്നു അവൾക്ക് ബന്ധമുണ്ടായിരുന്നത്. ഞങ്ങൾക്കാർക്കും എൻ്റെ മകളെക്കുറിച്ചിട്ട് യാതൊരു സംശയവുമില്ലായിരുന്നു. ഇവൻ രാത്രിയിൽ എപ്പോൾ ഇവളുടെ മുറിയിൽ വരുമെന്നോ എപ്പോൾ ഇറങ്ങിപ്പോകുമെന്നോ ഞങ്ങൾ അറിഞ്ഞില്ല. ഇവൾ പറഞ്ഞത് ഒത്തിരി വട്ടം അവൻ വരാറുണ്ടെന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതുവരെയും അവളെക്കുറിച്ചിട്ട് യാതൊരു സംശയവും തോന്നിയിട്ടില്ല. ഈ പയ്യനെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഞാനോ എൻ്റെ ഭർത്താവോ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിൽ കൗമാരക്കാർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ, സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് അവർ വഴുതി വീഴുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കുത്തി ചോദിച്ചപ്പോൾ എൻ്റെ മകൾ അറിയാതെ ഇതിൻ്റെ വരുംവരായികൾ ഒന്നും ചിന്തിക്കാതെ അവൾ ആ രഹസ്യം ഏതോ കൂട്ടുകാരോട് പറയുന്നത് പോലെ തന്നെ കൗൺസിലറോടും പറഞ്ഞു. പക്ഷേ അവർ തീർച്ചയായിട്ടും അവരുടെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അതിൽ മികച്ച ഒരു തീരുമാനമെടുക്കുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണത് കേസൊക്കെ ആയിട്ട് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതറിഞ്ഞിട്ട് ഭയങ്കര നാണക്കേടായിരുന്നു. എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. എങ്കിലും അത് പുറത്തറിഞ്ഞിട്ട് മുന്നോട്ട് കേസായിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒന്നല്ലെങ്കിലും 15-16 വയസ്സായ ഒരു പെൺകുട്ടിയായല്ലോ, എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങൾ പുറത്ത് പറയണ്ടെന്നും ഈ ഒരു നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നും ഞങ്ങൾ ഒത്തിരി പറഞ്ഞെങ്കിലും അത് അവർ വകവെക്കാതെ നാട്ടുകാരോടൊക്കെ പറയുകയും എല്ലാവരും അറിഞ്ഞിട്ട് അത് ഭയങ്കര ഒരു പ്രശ്നമാകുകയും നാണക്കേടാകുകയൊക്കെ ചെയ്തു. എൻ്റെ മകളെ പിന്നീട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാത്തൊരു സ്ഥിതിയായിരുന്നു കുറേ കാലം. എന്തായിരുന്നാലും അവർ ചെയ്തത് നല്ല ഉദ്ദേശത്തിലായിരുന്നെങ്കിലും ഞങ്ങൾക്കത് ഫലിച്ചതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ ആൺകുട്ടിക്കും അത് ചില്ലറയല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ മകളോട് ഭയങ്കര ദേഷ്യം തോന്നിയെങ്കിലും ഈ ഒരു കാര്യം ചെയ്തു പോയത് കൊണ്ട് എന്തൊക്കെയോ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിചാരിച്ചില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ 16-17 വയസ്സിൽ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു. ഞാനും പുള്ളിക്കാരൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒന്നും അറിവില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെ ഗർഭമുണ്ടാകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതിനെക്കുറിച്ച് സാങ്കേതികമായിട്ട് ഒരറിവുമില്ലാത്ത കാലത്താണ് ഞാനത് ചെയ്തെങ്കിലും ദൈവഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഒരു അറിവില്ലാത്ത പ്രായത്തിൽ, അറിവുള്ള പ്രായത്തിലാണെങ്കിലും വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗർഭമുണ്ടാകുകയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കാമുകന് ഉപേക്ഷിക്കാം, കല്യാണം നടക്കാതിരിക്കാം. അതല്ലാതെ സ്നേഹം കാണിച്ച് ചതിച്ച് സ്ത്രീകളെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആക്കി കൊടുക്കുന്ന കാമുകന്മാരുമുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്നു പെട്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കൂളിലെ ആൾക്കാരാണെന്നെങ്കിലും ഇതൊരു വലിയ പ്രശ്നമായിട്ട് എടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ മകളൊരു ഭയങ്കര തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നില്ല. കാര്യം ഞാൻ നേരത്തെ അതേപോലുള്ള തെറ്റുകൾ ചെയ്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഞങ്ങൾ അവളെ സമാധാനപ്പെടുത്തി നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഒരു ആളുകളും നാട്ടുകാരും ബാക്കിയുള്ള അധികൃതരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അത് വലിയൊരു കോലാഹലം സൃഷ്ടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ എൻ്റെ ഭർത്താവിനോ ഇതൊരു വലിയ പ്രശ്നമാക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു. കാര്യം അവളെ ആരും കടന്നാക്രമിച്ചതൊന്നുമല്ല. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഇത്രയും വലിയൊരു സംഗതിയായിട്ടത് മാറ്റണോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്ത് തന്നെയാണ് ആണെങ്കിലും ആ സമയത്ത് നല്ല രീതിയിൽ പേരുദോഷമുണ്ടായി, നാണക്കേടൊക്കെ ഉണ്ടായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അവൾക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ട് 21 വയസ്സാകാൻ തുടങ്ങുന്നു. ഒരു മാസത്തിന് മുമ്പ് എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മേ, എത്രയായാലും പേരുദോഷമൊക്കെ ഉണ്ടായി, എനിക്ക് ആ പയ്യനെ തന്നെ കെട്ടിയാൽ മതി. കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും സ്നേഹമുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. അവനെ മാത്രം മതി, എനിക്ക് അവനെ ഭർത്താവായിട്ട് മതി. ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹിച്ചത്. പണ്ടത്തെ കാലമല്ല, 16 വയസ്സുള്ളപ്പോഴാണെങ്കിലും
എനിക്ക് നല്ല വിവരവും ബോധവും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ധാരണയുള്ളൊരു ജനറേഷനാണിത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് വലിയൊരു പീഡനമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ സ്കൂൾ കൗൺസിലറോട് അത് തുറന്നു പറഞ്ഞത് എനിക്ക് വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു രഹസ്യമാണ്. അതിൻ്റെ ഒരു ത്രില്ലിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഒരിക്കലും കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ അതിന് ഇത്രയും വലിയ ഭവിഷ്യത്ത് വരുമെന്ന് ഞാൻ ആലോചിച്ചില്ല. എനിക്ക് അയാളെ തന്നെ ഭർത്താവായി മതി എന്നാണ് മകൾ പറയുന്നത്. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് അവരുടെ വീട്ടുകാരുമായിട്ട് ഇത് ആലോചിക്കുന്നത്? ആ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും നിയമ നടപടികൾ ഒക്കെ നേരിട്ട ആളാണ്. ഇനി എങ്ങനെയാണ് അവരുടെ വീട്ടുകാരുമായിട്ട് നമുക്ക് ഒത്തുചേർന്ന് പോകാൻ കഴിയുന്നത്? രണ്ട് വീട്ടുകാരും ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ശരിയാകുമോ? ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കില്ലേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഈ വിവരം എൻ്റെ മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രേമത്തിലാണ്, ഞങ്ങൾ രണ്ടും കൂടി ഒന്നിച്ച് താമസിക്കും, ഞങ്ങളായിരിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ പോകുന്നതെന്ന് പറയുകയാണ്. ഞാൻ എത്ര അവളെ പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടും അവൾ പിന്തിരിയുന്നില്ല. മാഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഡിസിഷൻസൊക്കെ തെറ്റായിരുന്നു. ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ചിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു മെയിൽ അയച്ചിരിക്കുന്നത്. ഇതേപോലെ ധാരാളം സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സമൂഹത്തിനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എന്തുപദേശമാണ് മാഡത്തിന് കൊടുക്കാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇമെയിൽ അവസാനിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ കാമുകന്മാർ ഒരു പ്രായപൂർത്തിയാകാറായാലേ 18 വയസ്സ് കഴിഞ്ഞ ചെക്കന്മാരായിരിക്കും. ഈ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പരിസരങ്ങളിലൊക്കെ ചെത്തി നടക്കുന്ന ചെക്കന്മാരായിരിക്കും. അപ്പോൾ അവർക്കും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയത്തില്ല, പെൺകുട്ടികൾക്കും അറിയില്ല. പ്രായപൂർത്തി ആയില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പെൺകുട്ടിക്ക് 15 വയസ്സിലോ 16 വയസ്സിലോ പ്രായപൂർത്തിയാകുന്നില്ല. അത് നമ്മുടെ നിയമമാണ്. പക്ഷേ മനസ്സുകൾ ഒരിക്കലും നിയമം അനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഒരു 14 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മറ്റാരും പറയാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു താല്പര്യം വരും. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഒക്കെ താല്പര്യം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് തോന്നുകയാണ്. പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടുള്ള ഈ അട്രാക്ഷൻ പിന്നീട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും കടക്കുന്നു. കാര്യം ആ സമയത്ത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. വികാരങ്ങളും മോഹങ്ങളും ദാഹങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു കൊതിപ്പിച്ചിട്ടോ ഒക്കെ ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ത്വരയിൽ ഈ ഒരു സമയത്ത് പോയിട്ട് ഇതങ്ങ് എൻജോയ് ചെയ്യും. അവർക്കതിൻ്റെ വരുംവരായികളൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു 9ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്ന സ്ത്രീകളെ പോലെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞതുപോലെ മാസമുറ എന്താണെന്നറിയാം, അതിൽ സേഫ് പീരീഡ് എപ്പോഴാണെന്നറിയാം. അതേപോലെ തന്നെ കാമുകനുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാവുന്ന പെൺകുട്ടികളാണ്. കാര്യം രഹസ്യമായിട്ടൊക്കെ ആണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ നമ്മൾ വന്നിട്ട് മാഡം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നിത്യജീവിതത്തിലാണെങ്കിലും എൻ്റെ ബന്ധുക്കൾക്കിടയിലാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേർ വന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ മുതിർന്നവർക്ക് അറിയാവുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഈ സംശയങ്ങളൊക്കെ എനിക്കുണ്ട്, അത് ശരിയാണോ, ഇത്തരം അറിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിലാണ്. കാമുകന്മാരെയും വിരൽത്തുമ്പിൽ കിട്ടും, അതേപോലെ ഇൻഫർമേഷനും വിരൽത്തുമ്പിൽ കിട്ടും. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള രീതിയിലേക്കും പോകാറുണ്ട്, ശരിയായിട്ടുള്ള രീതിയിലും പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ 16 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കഥ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വേറൊരു കൗൺസിലർ പറഞ്ഞതാണ്. അതായത് ആ പെൺകുട്ടി വർഷങ്ങളായിട്ട് ഒരാളുമായിട്ട് ഭയങ്കര പ്രണയത്തിലാണ്. അവർ തമ്മിൽ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നും രാത്രിയിൽ ഇവരുടെ വീട്ടിൽ അയാൾ വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയോ അച്ഛനോ ആരാണ്ട് കണ്ടതും പിടിച്ചതുമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് വല്ല ഗർഭമൊക്കെ ഉണ്ടാകും, നീ നാണം കെടും, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പെൺകുട്ടി തിരിച്ചു പറയുകയാണ്, അമ്മ ഇതാണ് സേഫ് പീരീഡ്, സേഫ് പീരീഡിൽ ഇങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇനി അതല്ലാതെ ദിവസമാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രൊട്ടക്ഷൻ വസ്തുക്കളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ആ ഒരു മോൾ സ്റ്റഡി ക്ലാസ് കൊടുത്തെന്ന് ആ അമ്മ കൗൺസിലറിൻ്റെ അടുത്ത് പറഞ്ഞത് ഞെട്ടിത്തെരിപ്പോടെയാണ് നമ്മൾ കേൾക്കാൻ പറ്റിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ അമ്മയ്ക്ക് അത്രയും വിവരമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേക്കിന് പ്രായപൂർത്തി ആയില്ലെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ധൈര്യം അവരുടെ അറിവുകളിൽ നിന്ന് അങ്ങ് കിട്ടുകയാണ്. അപ്പോൾ അവർ മതിൽ അങ്ങോട്ടും ചാടും, അവരിങ്ങോട്ടും മതിൽ ചാടിപ്പിക്കാൻ വേണ്ടി ആമ്പിളരെ നിർബന്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പെണ്ണിൻ്റെ കുറ്റമാണോ ആണിൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്.
അറിവില്ലായ്മയാണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മയും കാരണമാണ്, അതുപോലെ അറിവ് കൂടുന്നത് ഒരു കാരണമായിട്ട് പറയാമെന്ന് ചില സമയത്ത് കുറച്ച് ഫണ്ണിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു. പക്ഷേ വേറൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പം എത്ര അറിവുണ്ടെങ്കിലും നിയമം എന്ന് പറയുന്ന കാര്യങ്ങൾ നിയമം തന്നെയാണ്. ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട്. അത് നമ്മൾ എത്ര വയസ്സുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, പണക്കാരനാണോ ചെറുപ്പക്കാരനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല നിയമം അവിടെ നടപ്പിലാക്കുന്നത്. എല്ലാ രാജ്യത്തും അവിടുത്തെ നിയമമാണ് അവിടുത്തെ നമ്പർ 1 ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഭക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാരമോ നമ്മുടെ കൾച്ചറോ നമ്മുടെ കുടുംബമോ നമ്മുടെ രീതികളോ ഒക്കെ വരികയുള്ളൂ. അതുകൊണ്ട് ഒരു രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുള്ളതും ആ നാട്ടിലെ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത ആളുകൾ തമ്മിലുള്ള ഇങ്ങനെയൊരു ബന്ധം തീർച്ചയായിട്ടും കുറ്റകരമാണ്. അതിപ്പോൾ അവർ പരസ്പര സമ്മതപ്രകാരമാണ് ചെയ്യുന്നതെങ്കിലും അത് കുറ്റകരമായിട്ട് വരും. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി പ്രേമത്തിൻ്റെ പേര് പറഞ്ഞ ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂൾ കൗൺസിലർ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടീച്ചർ ആണെങ്കിലും അത് പറയുന്നതും അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കുന്നതും തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ അവർക്ക് അവളോട് ദേഷ്യമുണ്ടായിട്ടോ അസൂയുണ്ടായിട്ടോ ഒന്നുമല്ല. കാര്യം നിയമം അതാണ്. ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പെൺകുട്ടി അത് സ്വയം സമ്മതപ്രകാരമാണെങ്കിൽ കൂടിയും അത് തെറ്റാണെന്ന് നിയമമുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയേ പോട്ടെ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും കുഴപ്പങ്ങൾ വരുത്തി വെക്കും. ഇപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾക്ക് സ്വയം സമ്മതപ്രകാരം പരസ്പര സമ്മതപ്രകാരം എന്ത് വേണമെങ്കിലും കാണിക്കാം, ഇതുപോലുള്ള കാര്യങ്ങൾ അതിനുള്ള നിയമമുണ്ട്. പക്ഷേ പ്രായപൂർത്തിയാകുന്നത് വരെ നമുക്ക് അതിനുള്ള അവകാശമില്ല. അത് ചൂഷണത്തിൻ്റെ പരിധിയിൽപ്പെടും. അപ്പോൾ സ്കൂളിലെ ആളുകൾ ചെയ്തത് അവരുടെ കടമയാണ്, അവർക്ക് നിയമം അറിയാവുന്നത് കൊണ്ട് അവർ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതല്ല ചിന്തിച്ചത്, എൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പോയെന്ന് അറിഞ്ഞാൽ അത് കുഴപ്പമില്ലായിരുന്നു, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയായിരുന്നു, ഏതായാലും അവൾ പ്രസവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് നിങ്ങൾ ഓർത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ +2 പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്കും ഇതേപോലെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത് വലിയൊരു തെറ്റായിട്ട് നിങ്ങൾക്കും തോന്നിയില്ല, അത് ഒതുക്കി തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് തോന്നിയത്. കാര്യം പെൺകുട്ടിക്ക് കേടുപാടുകളൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ആലോചിക്കുന്നത്, ശരി കുട്ടി ഉണ്ടായോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലോ എന്ത് ചൂഷണം വേണേലും നടന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള അയഞ്ഞ മനോഭാവം നന്നല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം പ്രായപൂർത്തിയാകാത്ത ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെ പോയിട്ട് അത് അവസാനിക്കും എന്നുള്ളതാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ മാനസികമായിട്ടൊരു കുഴപ്പമാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാപ്പിൽ ചെന്ന് ചാടുകയാണെന്നുണ്ടെങ്കിലും എന്താണ് അന്നേരം കരഞ്ഞിട്ട് പ്രതിവിധി? ഒരു പ്രതിവിധിയുമില്ല. അപ്പോൾ അതിനു മുമ്പേ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു നഗ്ന സത്യം ചെറുപ്പത്തിലെ തന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പറഞ്ഞു മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും പിള്ളേരോടൊന്നും പറയാറില്ല. അവരോട് പറഞ്ഞു മനസ്സിലാക്കണം, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടതെന്നെങ്കിലും പറയണം. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളോട് വന്ന് പറയുക, ഞങ്ങൾ നല്ലതാണെങ്കിൽ നടത്തിത്തരും, അല്ലാതെ അവരുടെ കൂടെ കറങ്ങാൻ പോകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുക. അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പത്രവാർത്തകൾ നിങ്ങൾ ധാരാളം കാണുന്നുണ്ട്, എന്തായാലും പിള്ളേരെ കൊണ്ട് പത്രം വായിപ്പിക്കണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു വിവരം വെക്കും. അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുകയാണെങ്കിൽ മക്കളെ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്, എന്തെങ്കിലും മോഹങ്ങളൊക്കെ തോന്നുന്നത് കൗമാര കാലഘട്ടത്തിൽ സ്വാഭാവികമാണ്, അതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടല്ല എന്ന് പറയാനും പറഞ്ഞു കൊടുക്കാനുമുള്ളൊരു വകതിരിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ പിള്ളേർ അധികം കള്ളത്തരങ്ങളും കാണിക്കത്തില്ല. ജീവിതത്തിൽ ഇത്തരം ശാരീരികമായിട്ടുള്ള മോഹങ്ങളെ പറ്റിയിട്ടും ഒക്കെ അവർക്കൊരു വ്യക്തമായിട്ട് ബോധം ഉണ്ടാകുകയും ചെയ്തു. കാര്യം സമൂഹം എപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ അംഗീകരിക്കൂ. പിന്നെ നാണക്കേടൊന്നുമില്ല, എന്ത് കാര്യങ്ങളും ആകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എങ്കിൽ കൂടിയും നിയമം എന്നൊരു കാര്യം പ്രായപൂർത്തിയാകാത്തവർ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംഭവിച്ചതൊക്കെ നല്ലതിനെന്ന് മാത്രം വിചാരിച്ചാൽ മതി. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം റൈറ്റ് തന്നെയായിരുന്നു, അത് അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് അങ്ങനെ നടന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടോ ഒരു കാര്യവുമില്ല. അപ്പോൾ അതിനെ ലഘൂകരിക്കേണ്ട. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നത്. അത് ശരിയായിട്ടുള്ള രീതി തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ 16 വയസ്സുള്ള പെൺകുട്ടിക്കും എല്ലാ ബോധമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. നിയമപരമായിട്ട് പ്രായപൂർത്തിയായില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ആൺകുട്ടിക്ക് അതിന് പ്രായപൂർത്തിയായ ആൺകുട്ടിയായിരുന്നു. രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇതിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയാമായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പരസ്പര സമ്മതപ്രകാരം മാത്രമാണ് അത് ചെയ്തത്. അതേപോലെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു മോഹം അവരുടെ മനസ്സിൽ ആ സമയത്ത് കാണുമായിരുന്നു. പക്ഷേ മോഹമാണെങ്കിലും ദാഹമാണെങ്കിലും ചെയ്തികളാണെങ്കിലും അതിന് നിയമപരമായിട്ടൊരു വാലിഡിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു അതിനകത്തെ പ്രശ്നം. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തിയായവരാണ്. പിന്നെ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ തമ്മിൽ തെറ്റുകയും ചെയ്തു.
പക്ഷേ അവർ രണ്ടുപേരും കൂടി പണ്ടേ പ്രേമമായിരുന്നു. ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ല ആ പെൺകുട്ടി അത് തുറന്നു പറഞ്ഞത്. പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവൾക്കിപ്പോൾ എന്തു പറയാനൊന്നും പറയാത്ത സ്ഥിതിയിലുമായി ആ ആൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുകയും ചെയ്തു. എന്നിട്ടും അവർ പിന്നെയും പ്രേമത്തിലായതുകൊണ്ട് ആ ആൺകുട്ടിക്ക് നല്ല ജോലിയും വേലയും ഒക്കെ ഉള്ളതാണ്, നല്ല കുടുംബമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ നിങ്ങൾക്ക് അത്ര വലിയ എതിർപ്പൊന്നും ഇതിലില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കത്തിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവർ രണ്ടുപേരും കൂടെ ഭാവിയിൽ കല്യാണം കഴിക്കട്ടെ. രണ്ടുപേരും കൂടി സ്നേഹിച്ച് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞവരല്ലേ, അവർക്ക് ജീവിക്കാമല്ലോ, അതിനകത്തൊരു കുഴപ്പവുമില്ല. പിന്നെ പറഞ്ഞതുപോലെ പണ്ട് നടന്ന കാര്യങ്ങൾ കൗമാര കാലഘട്ടത്തിൽ എല്ലാവർക്കും പറ്റുന്ന തെറ്റുകളിൽ ഒന്നായിട്ട് കണക്ക് കൂട്ടുക, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഈ കാര്യങ്ങൾ ആലോചിക്കുക. ആ പെൺകുട്ടിയെ വേറൊരാൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും പേരുദോഷം ഇങ്ങനെ നിലനിൽക്കും. അതേപോലെ മറ്റൊരു പെൺകുട്ടിയെ ഈ പയ്യൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കും ഒരു ജീവിതം ബുദ്ധിമുട്ടാകും. കാര്യം ഈ പയ്യൻ്റെ പേരുദോഷം അവളെ എന്നും പിന്തുടരും. അപ്പോൾ ഇവിടെ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്? പണ്ട് ആ കാര്യം പറഞ്ഞു പിണങ്ങി എന്നല്ല ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ മുൻകൈ എടുത്തിട്ട് അവർക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് ഒപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല നിലയിൽ, അതായത് നല്ല ജോലിയൊക്കെ രണ്ടുപേർക്കും ആക്കിയെടുക്കാൻ, ജീവിത ലക്ഷ്യത്തോടു കൂടി ജീവിക്കാനും പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കിയെടുത്ത് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലിയ മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യം ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം തെറ്റ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് തിരുത്തിയെടുക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ശാന്തമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ friendships@gmail.com അയയ്ക്കുക. നന്ദി, നമസ്കാരം.